Drop it. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2 കണ്ണെങ്ങനെ വരക്കാമെന്നുള്ള വീഡിയോ ആണ്. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൂള് പെൻ എന്ന ടൂൾ ഉപയോഗിക്കുന്നു. അതുപോലെ ബ്രഷ്, ടാപ്പ് റൈഡ് എന്ന ബ്രഷും യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഔട്ട്ലൈൻ ഇട്ട് തുടങ്ങാം. ആദ്യം തന്നെ മേലെയുള്ള ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാണ്. അപ്പോൾ സൈസൊക്കെ കറക്റ്റ് ചെയ്യുക, ഒപ്പാസിറ്റി സെറ്റ് ചെയ്യുക, എന്നിട്ട് ഔട്ട്ലൈൻ തുടങ്ങാം. അടുത്തത് ടൂൾ സെലക്ട് ചെയ്യുക. ടൂളിൽ ലാസി എന്ന ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബ്രഷിൽ ലാസോ എന്ന ബ്രഷും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഐയുടെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന സ്ഥലത്ത് ഒപ്പാസിറ്റി സെറ്റ് ചെയ്ത് വെച്ച് ബ്ലാക്ക് ഷെയ്ഡ് അടിക്കാം. അടുത്തത് ടൂള് സെലക്ട് ചെയ്യുക. ടൂളിൽ ലാസി ടൂളിൻ്റെ നേരെ ഇപ്പുറത്തുള്ള ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷിൽ ടാപ്പ് റൈഡ് ബ്രഷ് സെലക്ട് ചെയ്ത് ഡ്രോ ചെയ്യും. അടുത്തത് നമുക്ക് ടൂള് സെലക്ട് ചെയ്യും. അതിൽ പെന്ന് ടൂള് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടാപ്പ് റൈഡ് ബ്രഷ് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് നമുക്ക് കണ്ണിൻ്റെ അടിയത്തെ ലൈൻ സെറ്റ് ചെയ്യും. അടുത്തത് ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഇവിടെ ലാസി എന്ന ടൂളെടുത്ത് ലാസോ എന്ന ബ്രഷ് കൊടുത്ത് ഒപ്പാസിറ്റി ഒരു മിനിമം 17-18 സെറ്റ് ചെയ്ത് ഐയുടെ സൈഡിലെ ഷെയ്ഡുകൾ സെറ്റ് ചെയ്യും. അപ്പം ബ്ലാക്ക് കളറെടുത്ത് അതിനെ ഒപ്പാസിറ്റി കുറച്ച് ഐയുടെ ഷെയ്ഡ് സെറ്റ് ചെയ്യും.
അപ്പോൾ അടുത്തത് നമുക്ക് സർക്കിൾ സെലക്ട് ചെയ്യാം. സർക്കിൾ സെലക്ട് ചെയ്ത് ബ്രഷിൽ ലാസോ ബ്രഷ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നേരെ ഡിസ്പ്ലേ ഔട്ട്ലൈൻ ഒപ്പാസിറ്റി കുറച്ചിട്ടാണുണ്ടെങ്കിൽ ഒപ്പാസിറ്റി സെറ്റ് ചെയ്യാം. അതിനുശേഷം ഡിസ്പ്ലേ ഔട്ട്ലൈൻ ഓണാക്കുക. അത് നമ്മുടെ റെഫറൻസ് പിക്ക് കാണാൻ വേണ്ടിയാണ് ഡിസ്പ്ലേ ഔട്ട്ലൈൻ ഓണാക്കുന്നത്. അതിനുശേഷം നമ്മുടെ കൃഷ്ണമണിയും ബാക്കി ഡോട്ടും ലൈൻസൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെടുത്ത് വെച്ച സർക്കിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ലെയർ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഇതിൻ്റെ നേരെ താഴെയാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഔട്ട്ലൈൻ്റെ നേരെ താഴെയാക്കി വെച്ചിട്ട് സർക്കിൾ സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഡിസ്പ്ലേ ഔട്ട്ലൈൻ ഇട്ടിട്ടും മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ നമുക്കിവിടെ ലെയർ ഓപ്ഷനിൽ മുമ്പിട്ട് വെച്ച ലെയറുകൾ ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ ലെയർ മാത്രം സെലക്റ്റഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതിനുശേഷം ഇവിടെ ബ്രഷിന് നേരെ താഴെയായിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ട്രാൻസ്ഫർ എന്ന ഒരു ഐക്കൺ ഉണ്ടാകും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഐയുടെ കറക്റ്റായിട്ടുള്ള അളവ് സർക്കിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ഐക്കൺ സെലക്ട് ചെയ്ത് ഇവിടെ ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്യാണ്. ഗ്രേഡിയൻ്റ് ഒരു റെഡല്ല ഒരു കാപ്പി കളറ് സെറ്റ് ചെയ്ത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് അടുത്തൊരു കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് വീണ്ടും സെലക്ട് ചെയ്ത് നടുക്ക് കൃഷ്ണമണി സെറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിൻ്റെ അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രാൻസ്ഫർ കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം കറക്റ്റ് സെൻറ്ററിൽ. അതുപോലെ മറ്റേ ഐയുടെയും ഭാഗങ്ങൾ ഇതുപോലെ ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇനി വൈറ്റ് സ്പോട്ട് സെറ്റ് ചെയ്യാം ഹൈലൈറ്റിന്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ച ലെയറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം പുറത്തായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇറേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ലേസി എന്ന ടൂൾ വീണ്ടും സെലക്ട് ചെയ്ത് ഇറേസിങ് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത ശേഷം ആ ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഐയുടെയും കൃഷ്ണമണിയും സ്പോട്ടും വൈറ്റ് സ്പോട്ടൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഐ ഡ്രോയിങ് വീഡിയോ പൂർണ്ണമാവുകയാണ്. നാളെ പാർട്ട് 3 വീഡിയോയുമായി മുഴുവൻ കാര്യങ്ങളും ഷെയ്ഡിങ്ങും ലിപ്സ് ഡ്രോയിങ്ങും ഡ്രസ് ഡിസൈനിങ്ങും ഒക്കെയാണ് നാളത്തെ വീഡിയോയിൽ പാർട്ട് 3 ആയിട്ടുള്ള വീഡിയോയിൽ മുഴുവനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, എന്ന് ക്ഷമിക്കാം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.